ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചാക്കോച്ചൻ കേന്ദ്ര കഥാപാത്രത്തിൽ ഫെബ്രുവരി മാസം 20 തിയേറ്ററിലോട്ട് ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമയുടെ 4ാം ഞായറാഴ്ച ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. കുഞ്ചാക്കോ ബോബൻ, പ്രിയാമണി, ജഗദീഷ്, വൈശാഖ് നായർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമൊക്കെ ജിത്തു അഷ്റഫ് അണിയിച്ചിരിക്കിയ ചിത്രമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ. ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ വിജയത്തിലോട്ടാണ് ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4ാം ഞായറാഴ്ച ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാൻ സാധിച്ചെന്നാണ് ഏറ്റവും പുതിയ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ബുക്കിംഗ് 4ാം ഞായറാഴ്ച ട്രെൻഡിങ്ങിൽ തന്നെ ബുക്ക് മൈ ഷോ ആപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 1 കോടി മുതൽ 1,20,00,000 രൂപ വരെയാണ് ചിത്രം 4ാം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. വലിയ വിജയം തന്നെയാണ് ചിത്രം ഓരോ ദിനം കഴിയുന്നതോറും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ടുള്ള ചലനങ്ങളൊന്നും തന്നെ മറ്റു സിനിമകൾക്ക് സ്വന്തമാക്കാൻ സാധിക്കാത്തതാണ് ഓഫീസറുടെ വിജയമായിട്ട് മാറുന്നത്. എന്തൊക്കെയാണ് ചാക്കോച്ചന്റെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിട്ട് മാറുക ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ഇതിനോടൊപ്പം തന്നെ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 24 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 55 കോടിക്ക് മുകളിൽ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് കളക്ട് ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഇതിലും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കുമെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ചാക്കോച്ചൻ നായകനായിട്ടെത്തിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.